സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് 2026 ഫെബ്രുവരി 19 ഇന്നലെയുമൊക്കെയായി രാഷ്ട്രീയ കേരളം ശ്രദ്ധിക്കുന്ന, നമ്മൾ മുമ്പ് നിരീക്ഷിച്ച ഒരു വിഷയവുമായി, നമ്മുടെ അഭിപ്രായം പറഞ്ഞൊരു വിഷയവുമായി വലിയ ബന്ധമുള്ള ഒരു കാര്യം ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് അത്തരം വാർത്തകൾ വീണ്ടും തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുക. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഭരണമാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ രാഷ്ട്രീയ ഇടം തേടുന്ന ആളുകളുടെ കാര്യമാണ്. അതിലിപ്പോൾ സിനിമാ നടൻ പ്രേംകുമാറുണ്ട്, മറ്റ് ചില സിനിമാ താരങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ CPM-നെ പ്രതിനിധീകരിച്ച് മുമ്പ് MLA ആയിരുന്ന ശശിചേട്ടനുണ്ട്. അതുപോലെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് VS അച്യുതാനന്ദൻ്റെ PA സുരേഷുണ്ട്. ഇങ്ങനെ നിരവധി പേര് ഉണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, കൂടുതൽ ആളുകൾ ഇങ്ങനെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിലേക്കോ മുന്നണിയിലേക്കോ ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വരുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും ഏത് പാർട്ടിയിലേക്കാണോ കൂടുതൽ ആളുകൾ ഒഴുകുന്നത് ആ പാർട്ടി അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് വേണം നമ്മളതിനെ കാണാൻ. ഇതാണ് അന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ തന്നെ അത് സംഭവിക്കും. ഇപ്പം ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റ് ചില കാര്യങ്ങളാണ്. അതിന് രണ്ട് പശ്ചാത്തലമാണുള്ളത്. ഒന്ന്, G. സുധാകരൻ, മുൻ മന്ത്രി, CPM നേതാവ് G. സുധാകരൻ പറയുന്നു, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് CPM സഹകരിച്ചിരുന്നു എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയാണ്. അമ്പലപ്പുഴയിൽ ഞാൻ 3 തവണ മത്സരിച്ചിരുന്നപ്പോൾ ഞാൻ ഈ എക്സ്ട്രീം ഹിന്ദുത്വ ഫോഴ്സസിന് എതിരാണ് എന്നുള്ളത് കൊണ്ട് അവരുടെ 3 തവണ അവർ പിന്തുണ എനിക്ക് തന്നിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി LDFന് പിന്തുണ തന്നിട്ടുണ്ട് എന്ന് G. സുധാകരൻ പറയുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ സമസ്തയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളും അഭിപ്രായങ്ങളും ഒക്കെ വരുന്നുണ്ട്. കാന്തപുരം AP അബൂബക്കർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച വാർത്തയും ഈയിടെ വരികയുണ്ടായി. ഇപ്പോൾ സമസ്തയുടെ സമ്മേളനത്തിലേക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു എന്നും സമസ്തകൾ തമ്മിലുള്ള ഏകീകരണത്തെക്കുറിച്ച് ആലോചിക്കുന്നുവെന്നുമൊക്കെയാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ ശ്രദ്ധേയമാകുന്ന മറ്റൊരു വസ്തുത, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDFനാണ് എങ്കിൽ ഒരു പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ UDF തള്ളിപ്പറയുന്നില്ല എങ്കിൽ സമസ്തയുടെ പിന്തുണ LDFന് ലഭിച്ചേക്കുമോ എന്നും കരുതുന്നു. പക്ഷെ അതിനകത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പോൾ SNDPയുടെ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ എന്ത് നിലപാടെടുത്താലും, NSS എന്ത് നിലപാടെടുത്താലും അവർ തോൽപ്പിക്കണം എന്ന് പറഞ്ഞ ആളുകൾ KC വേണുഗോപാലിനെ പോലെ, VM സുധീറിനെ പോലെയുള്ള ആളുകളൊക്കെ അവർ തോൽപ്പിക്കണം എന്ന് പറഞ്ഞ സമയത്ത് വിജയിച്ചു വന്നിട്ടുണ്ട്. VD സതീശൻ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ, അവർ തോൽപ്പിക്കണമെന്ന് പറഞ്ഞ ആളുകൾ വിജയിച്ചു വന്നിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ സാമുദായിക സംഘടനകളുടെ കാര്യം. അതായത് ജമാഅത്തെ ഇസ്ലാമി അല്ല ഇവിടുത്തെ വിഷയം. 2020 ഒക്ടോബറിൽ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടി എന്ന പ്രയോഗം നടത്തിയിട്ടുണ്ട്. അതായത് ഒരു ഘട്ടത്തിൽ ഹസൻ KPCC അധ്യക്ഷനായിരുന്ന സമയത്ത് MM ഹസൻ മലപ്പുറത്ത് വന്നു. അപ്പോൾ അദ്ദേഹം പാണക്കാട് പോയി കുഞ്ഞാലിക്കുട്ടിയെയും തങ്ങളും ഒക്കെ കണ്ടു. പോകുന്ന വഴിയിൽ അന്നത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ MM അബ്ദുൽ അസീസ് സാഹിബുമായിട്ട് ചർച്ച നടത്തി. ചർച്ച നടത്തിയെന്ന് പറയാൻ കഴിയില്ല, അവർ കണ്ടു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇനി UDF ആണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടി ആണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞത്. അങ്ങനെ നിരവധി സന്ദർഭങ്ങളിൽ കോഴിക്കോട് വ്യായാമങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുടെ കൂട്ടായ്മയെക്കുറിച്ച് മോഹനൻ മാസ്റ്റർ അതിനകത്തെക്കുറിച്ച് തീവ്രവാദത്തിൻ്റെ സ്വാധീനമുണ്ട് എന്ന് പറയാൻ ശ്രമിച്ചത്. അതുപോലെ ഗെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടും നാഷണൽ വികസനവുമായി ബന്ധപ്പെട്ടും
ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ ഭൂമി നഷ്ടപ്പെടുന്ന ആളുകൾ അതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ ആ പ്രതിഷേധങ്ങൾക്കകത്തേക്ക് മുസ്ലിം തീവ്രവാദികൾ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു എന്ന് വിജയരാഘവൻ പറഞ്ഞത്. ഇങ്ങനെ നിരവധി ഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തെക്കുറിച്ച് നടത്തുന്ന പരാമർശങ്ങൾക്ക് വേണ്ട രീതിയിൽ അതായത് മുസ്ലിം സമുദായം അനർഹമായ ഇവിടെ ഒന്നും ഞങ്ങളുടെ ഭരണത്തിന് കീഴിൽ നേടിയെടുത്തിട്ടില്ല എന്നെങ്കിലും പറയേണ്ട CPM മൗനം പാലിക്കുന്നത്. അതുപോലെ തന്നെ ദ ഹിന്ദു പത്രത്തിൽ മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്ന 2 PR ഏജൻറ്റുമാർ മുഖ്യമന്ത്രി നടത്താത്ത ചില പരാമർശങ്ങൾ മലപ്പുറം ഈ കോഴിക്കോട് എയർപോർട്ട് ഇവ സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസിൻ്റെ ഒരു ഹബ്ബാണ് എന്നും ഇത് ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസിൻ്റെ ഹബ്ബാണെന്നും പറയാൻ ശ്രമിച്ചത്. ഇതെല്ലാം ചേർന്നിട്ടാണ് മുസ്ലിം സമുദായം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള നിലപാട് സ്വീകരിക്കുക. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ UDF ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടില്ല. UDFൻ്റെ ഒരു ഘടകകക്ഷിയുമല്ല ജമാഅത്തെ ഇസ്ലാമി. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അവരെ അങ്ങോട്ട് പിന്തുണക്കുന്നു എന്ന് വരുമ്പോൾ VD സതീശൻ പറയുന്നത് ഞാൻ പലപ്പോഴും കേട്ടത്, കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലം അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണച്ചപ്പോൾ അവരിലപ്പോൾ അന്ന് തീവ്രവാദം ഉണ്ടായിരുന്നില്ലേ, അവരെ അന്ന് അവരുടെ പിന്തുണ സ്വീകരിക്കാൻ കഴിയുന്നതായിരുന്നുവെങ്കിൽ ഇന്ന് ഞങ്ങൾക്കത് സ്വീകരിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അത് അന്ന് അവരിൽ തീവ്രവാദം ആരോപിക്കുന്നില്ല, ഇപ്പം ഞങ്ങൾക്ക് പിന്തുണ നൽകുമ്പോൾ തീവ്രവാദം ആരോപിക്കുന്നു. ഇതാണ് VD സതീശൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു അതായത് സമസ്ത ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമോ, ഇത്തരം കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയല്ല ജനങ്ങൾ, മുസ്ലിം സമുദായം തീരുമാനമെടുക്കണം. ഞാനീ സൂചിപ്പിച്ച പലപ്പോഴായിട്ട് മുസ്ലിം സമുദായത്തിനെതിരെയുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനെതിരെ എന്ന് തന്നെ പറയണം, മുസ്ലിം സമുദായത്തിനെതിരെ അല്ലെങ്കിൽ മുസ്ലിം സമുദായം ഭൂരിപക്ഷമായ പ്രദേശങ്ങൾക്കെതിരെ CPMൻ്റെ നേതാക്കളും, അല്ലെങ്കിൽ CPMനും ഇടതുപക്ഷ RSSനും ഇടയിൽ ഒരു ഇടനിലക്കാരായി നിൽക്കുന്ന ആളുകളും, അപ്പോൾ അത്തരം ആളുകൾക്ക് പത്മ പുരസ്കാരങ്ങൾ വരെ സമീപഭാവിയിൽ ലഭിക്കുന്നുണ്ട്. അവർ ഒരേ സമയം CPMന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് നല്ലത് പറയുന്നുണ്ട്, പിണറായി വിജയൻ അദ്ദേഹത്തെ ഔദ്യോഗിക വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ജനങ്ങൾ കാണുന്നത്. തീർച്ചയായിട്ടും കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ ജില്ലയുടെ ചില ഭാഗങ്ങൾ, മലപ്പുറം ജില്ലയിലുടനീളം എല്ലാം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരം വിഷയങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകൾ മുസ്ലിം സമുദായത്തെ സ്വാധീനിക്കും. അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കും. അതേസമയം തന്നെ ഒരിക്കലും അവർ ഈ സമസ്ത പിന്തുണക്കുന്നുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ ജമാഅത്ത് ആർക്ക് പിന്തുണ നൽകുന്നു, അല്ലെങ്കിൽ ആർക്ക് പിന്തുണ നൽകാതിരിക്കുന്നു, ജമാഅത്തിൻ്റെ പിന്തുണ അവർ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ, ഇത്തരം കാര്യങ്ങളൊന്നുമല്ല അവർ ആലോചിക്കുന്നത്. ഒരുപക്ഷെ ഒരു ഘടകകക്ഷിയൊക്കെ ആയിട്ട് ജമാഅത്ത് ഇസ്ലാമിയെ ഇതിലേതെങ്കിലും ഒരു മുന്നണി ഉൾക്കൊള്ളുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് പൊതുസമൂഹം കുറേ കൂടി ഗൗരവത്തിലെടുത്തേക്കും. ഇത് പുറമേ നിൽക്കുന്ന ഒരു സാമുദായിക പാർട്ടി. ഇനി ഞാൻ ഈ BRP ഭാസ്കറുമായിട്ട് ഇൻ്റർവ്യൂ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ന്യൂസ് മിനിറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ചില റിപ്പോർട്ടുകളുണ്ട്. അതേക്കുറിച്ച് പരിശോധിക്കാനും INL കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുമാണ് ആഗ്രഹിക്കുന്നത്. അതായത് 1990കളിൽ ഞാനൊക്കെ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഇവിടെ മുസ്ലിം സമുദായം പൊതുവെ ഒരു അരക്ഷിതാവസ്ഥയിലായിരുന്നു. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ PV നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന ഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ആദ്യ പകുതി, 90കളുടെ ആദ്യ പകുതി. അന്ന് ഇവിടെ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിനെ തുടർന്ന് സംഭവിച്ചത്, മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുസ്ലിം ലീഗ് എടുക്കുന്ന നിലപാടുകൾ തീവ്രത പോരാ എന്ന് കരുതിയിരുന്ന ആളുകളുണ്ടായിരുന്നു. അത്തരം ആളുകളാണ് പിന്നീട് PDP ആയിട്ടും PDPയിലേക്കും INLലേക്കും ഒരു ഘട്ടത്തിൽ NDFിലേക്കും ഒക്കെ പോയത്. ആ NDF ആണ് പിന്നീട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയായി മാറിയത്. അതിൻ്റെ രാഷ്ട്രീയ രൂപമാണ് SDPI. അതിന് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന വിഭാഗങ്ങളുണ്ട്. SFI നേതാവായിരുന്ന അഭിമന്യുവിനെ വധിച്ചതിൽ ഈ ക്യാമ്പസ് ഫ്രണ്ടിലെ ആളുകൾക്ക് ബന്ധമുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്തും ഇത്തരത്തിലുള്ള ഈ തീവ്ര വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരാളുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത്, അപ്പോൾ മുസ്ലിം സമുദായത്തിൽ ഏറ്റവും വലിയ തീവ്രവാദ നിലപാട് സ്വീകരിച്ചിരുന്ന, അതേ മുസ്ലിം ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞിരുന്ന INLനെയാണ് ഇടതുപക്ഷം ഘടകകക്ഷിയാക്കിയത്. കുറേ കാലം ഘടകകക്ഷിയാക്കിയില്ല. ഇപ്പോൾ ഈ മന്ത്രിസഭയുടെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള 2021-26 കാലഘട്ടത്തിലെ മന്ത്രിസഭയിലെ ആദ്യ പകുതിയിൽ
INL പ്രതിനിധി മന്ത്രിസഭയിലുണ്ടായിരുന്നു. അവരെയാണ് ഘടകകക്ഷിയാക്കിയത്. മുസ്ലിം ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞവരാണ് അവരെ കൂടെ കൂട്ടിയിട്ടാണ് മുസ്ലിം ലീഗ് കേന്ദ്രീകൃതമായ ഒരു മുന്നണിയായി UDF മാറുന്നു എന്നൊക്കെ ചിലപ്പോഴൊക്കെ ഇടതുപക്ഷവും അതിൻ്റെ നേതാക്കളും പറയാൻ ശ്രമിക്കുന്നു. അതിൻ്റെ വിരോധാഭാസം പ്രേക്ഷകർ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഈ SDPI, അതുപോലെ തന്നെ PFI പോലെയുള്ള സംഘടനകൾ. ഇതേക്കുറിച്ച് BRP ഭാസ്കർ ന്യൂസ് മിനിറ്റിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്, പകല് CPM-ലും രാത്രി SDPI-ലും പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുണ്ട്. അല്ലെങ്കിൽ പലയിടങ്ങളിലും SDPI-യുമായി സഹകരിച്ച് CPM മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു വാർത്തയും അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ നമുക്ക് വേറെ രീതിയിൽ പറയാം. അതായത് അബ്ദുൽ നാസർ മഅ്ദനി തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്: K. കരുണാകരനെ കാണാൻ വേണ്ടി അൻവാർശ്ശേരി യത്തീംഖാനയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ മഅ്ദനി ഒരിക്കൽ K. കരുണാകരൻ മുഖ്യമന്ത്രിയായ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ കരുണാകരൻ്റെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മ മരണപ്പെട്ടതിൻ്റെ ശ്രാദ്ധ ആചരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലീഡർ ഇരിക്കുന്ന സമയത്താണ് കാണാൻ ചെല്ലുന്നത്. അപ്പോൾ മഅ്ദനി അതേക്കുറിച്ച് പറയുന്നത് കല്യാണിക്കുട്ടിയമ്മ ചത്ത എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇതാണ് മഅ്ദനിയുടെ ഒരു ശൈലി. അങ്ങനെ ഒരു ശൈലി അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്നു. അപ്പോൾ അത്തരം ഒരു ശൈലി ഉണ്ടായിരുന്ന 90കളിൽ തന്നെ ഇടതുപക്ഷവുമായി ഈ PDP സഹകരിച്ചിട്ടുണ്ട്, അതിനുശേഷം സഹകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ PDP നേതാവും അബ്ദുൽ നാസർ മഅ്ദനി ജയിൽ മോചിതനായ സമയത്ത് അദ്ദേഹം കാരണമില്ലാതെ ദീർഘകാലം വിചാരണ തടവുകാരനായി ജയിലിൽ പോയി എന്നുള്ള ഒരു സഹതാപം അദ്ദേഹത്തിന് അനുകൂലമായി ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് PDPയുടെ പിന്തുണ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്നത്. അങ്ങനെയാണ് കുറ്റിപ്പുറത്ത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന ഹുസൈൻ രണ്ടത്താണിയുടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടിയിൽ അബ്ദുൽ നാസർ മഅ്ദനിയും പിണറായി വിജയനും വേദി പങ്കിട്ടത്. അപ്പോൾ അബ്ദുൽ നാസർ മഅ്ദനിയും പിണറായി വിജയനും വേദി പങ്കിട്ട ഓർമ്മ നമുക്കുണ്ട്. ഒരു രാഷ്ട്രീയക്കാരനല്ലാത്ത മാധ്യമപ്രവർത്തകനായിരുന്ന BRP ഭാസ്കർ പറയുന്നു SDPI-യുമായി സഹകരിച്ച ചരിത്രമാണ്.